മുകേഷ് ശബരിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി യുവമോർച്ച. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടിയിൽ പ്രതിഷേധം തത്സമയം പുറത്താക്കാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന നിജസ്ഥിതി പറയാൻ പോലും താല്പര്യം പ്രകടിപ്പിക്കാത്ത ഭയചകിതനായിട്ടുള്ള മുകേഷ് എല്ലാവരുടെയും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, അതായത് ഒളിച്ചു കടത്തിലൂടെ കടന്നു കയറാമെന്നുള്ള രീതിയിൽ വിരുന്ന് എന്ന് പറയുന്ന ഫിലിമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പടം കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായിരിക്കുകയാണ്. മുകേഷിന് ആ പടവുമായി ബന്ധപ്പെട്ട് യാതൊരു റോളില്ല. എന്നിരുന്നാൽ തന്നെയും ഇന്നത്തെ ദിവസം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വരുന്ന ദിവസമാണ് ഞായറാഴ്ച. ആ ഞായറാഴ്ച മുകേഷ് ഉൾപ്പെടുന്ന നടന്മാർ അഭിനയിക്കുന്ന വിരുന്നെന്ന് പറയുന്ന ചിത്രം കൊല്ലത്തെ വിവിധ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സിനിമയ്ക്ക് എതിരല്ല, എന്നാൽ മുകേഷ് എന്ന് പറയുന്ന ബലാത്സംഗ വീരന് കൃത്യമായ എതിരാണ് ഭാരതീയ ജനതാ യുവമോർച്ച. അതുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ പോസ്റ്ററുകളെല്ലാം തന്നെ കരിയോയിൽ സ്ത്രീകളെ കൊണ്ട് ഒഴിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ യുവമോർച്ച ഞങ്ങളുടെ പ്രതിഷേധ പരിപാടി തെരുവിൽ തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിഷേധ പരിപാടിയുടെ മുഖം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഞങ്ങൾ തിയേറ്ററിനകത്ത് പ്രതിഷേധിക്കും. അതിനേക്കാൾ നല്ലത് വിരുന്നെന്ന് പറയുന്ന അതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ, ബന്ധപ്പെട്ട ആൾക്കാർ മുകേഷ് എന്ന് പറയുന്ന ബലാത്സംഗ വീരനെ ആ പടത്തിൽ നിന്ന് പുറത്താക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പീഡനം നടത്തുന്ന ബലാത്സംഗ വീരന്മാർ ഇത്തരത്തിൽ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് നല്ല പുള്ള ചമഞ്ഞുകൊണ്ട് ജനങ്ങളുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും മുമ്പിലേക്ക് എത്തും. സ്ത്രീകളുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വാക്സ് നിറച്ച് അടച്ചു വെക്കണമെന്ന് പറഞ്ഞ ഈ വിരുദ്ധനെ സിനിമ തിയേറ്ററിൽ കയറി സ്ത്രീകൾ കാർക്കിച്ച് തുപ്പണമെന്നാണ് ഭാരതീയ ജനതാ യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ നമ്മൾക്കെല്ലാവർക്കും അറിയാം മറ്റൊരു കാര്യം. യുവമോർച്ച നടത്തുന്ന പ്രതിഷേധ പരിപാടികളെല്ലാം തന്നെ വ്യാജ കേസുകൾ ചമച്ചുകൊണ്ട് ആ സമരങ്ങളെല്ലാം അട്ടിമറിക്കുവാനാണ് ഇവിടുത്തെ പോലീസ് കൂട്ടി നിൽക്കുന്നത്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം യുവമോർച്ച ഒരു ബ്രോയിലർ കോഴിയുമായിട്ട്, മുകേഷ് എന്ന് പറയുന്ന ബ്രോയിലർ കോഴിയുമായിട്ട് അതേ രൂപത്തിൽ 2 ബ്രോയിലർ കോഴികളുമായി യുവമോർച്ച സമരം നടത്തുകയുണ്ടായി. തുടർന്ന് കേരളം ആ ചർച്ച ചെയ്ത സമരമായത് മാറിയ വേളയിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് സെക്ഷൻ 11 പ്രകാരം, ആനിമൽ പ്രിവൻസീവ് ആക്ട് 11 പ്രകാരം ഭാരതീയ ജനതാ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരാണ് ഈ കേസെടുത്തിരിക്കുന്നത്? ഈസ്റ്റ് പോലീസ്. പോലീസ് ഈ FIR ഇടുന്നതിന് മുമ്പ് ചിക്കൻ ബിരിയാണി കഴിച്ച് അതിന്റെ അവശിഷ്ടം പല്ലിനടയിൽ കയറി ടൂപ്പിക്കും കൊത്തിക്കൊണ്ടാണ് FIR അടിച്ചത്. അപ്പോൾ തന്നെ പോലീസുകാരൻ മനസ്സുകൊണ്ട് എന്ത് മഹാഭാവമാണ് യുവമോർച്ചക്കാർ ചെയ്തതെന്ന്. അത്തരത്തിലുള്ള ആളുകളാണ് FIR ഇട്ടിരിക്കുന്നത്. ഈ പോലീസ് ഈ സമരത്തെയൊക്കെ തന്നെ അടിച്ചൊതുക്കാൻ നോക്കുകയാണ് വിവിധ കേസുകൾ ചാർജ് ചെയ്തുകൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ് ആദ്യമായിട്ട് ആനിമൽ പ്രിവന്റീവ് ആക്ട് സെക്ഷൻ 11 പ്രകാരം കേസെടുക്കേണ്ടത്. പിണറായി വിജയൻ തന്റെ പാർട്ടി സമ്മേളനത്തിൽ എല്ലാവരും ഓമനിച്ച് വളർത്തുന്ന വെള്ളപ്രാവ്, തൂവെള്ളപ്രാവ്, സമാധാനത്തിന്റെ പ്രതീകം, ആ പ്രാവിനെ എടുത്ത് പൊക്കിയെറിഞ്ഞതും ആ പ്രാവ് ദയനീയമായി എരിഞ്ഞമർന്ന് മരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് ആദ്യമായി കേസെടുക്കേണ്ടത് ശ്രീ പിണറായി വിജയനോടാണ്. എന്തുകൊണ്ടത് പോലീസിന് സാധിക്കുന്നില്ല? യുവമോർച്ചക്കാർക്ക് ഒരു നിയമവും ഇവിടുത്തെ മറ്റു പാർട്ടിക്കാർക്ക് മറ്റൊരു നിയമവുമാക്കുന്ന രീതിയിലാണ് പോലീസിന്റെ നടപടി. അതിൽ പ്രതിഷേധിക്കുകയും ഈ സമരത്തിൽ അറിയിക്കുകയാണ്. ഈ ഒരു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുകേഷ് ശബരിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി യുവമോർച്ച. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടിയിൽ പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.